പാട്രിയോട്ട് എന്നുള്ള സിനിമയിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സീനുണ്ട്. ആ ഒരു സീനെ പറ്റി മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ആ ഒരു സീൻ വേറെ ഒന്നുമല്ല, ലാലേട്ടൻ എല്ലാവരും കൂടെ കൂടിയിട്ട് ലിഫ്റ്റിലിട്ടിട്ട് കൊല്ലുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനെ പറ്റി മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സംഭവം വേറെ ഒന്നുമല്ല, എന്തിനാണ് ഒന്നാമത്തെ കാര്യം ലാലേട്ടനെ കൊന്നത്, രണ്ടാമത്തെ കാര്യം എന്ത് ഉദ്ദേശമാണ് ഇതുകൊണ്ട് ഡയറക്ടർ ഉള്ളത്, അദ്ദേഹം എന്താണ് ഇതിൽ നിന്ന് ഒരു വിഷൻ കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള വേറെ കാര്യമൊന്നുമല്ല, ആദ്യം തന്നെ കുറച്ച് സിമ്പതി വർക്കൗട്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഡെഫിനറ്റായിട്ടും. അതിൻ്റെ കൂടെ തന്നെ ലാലേട്ടൻ്റെ ഒരു പൗരുഷം, അതായത് കുറേ ആളുകളോട് മല്ലടിച്ച് പോരടിച്ചിട്ടാണ് ഇദ്ദേഹം ആ ഒരു സീനിൽ മരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫാക്ടർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഡെഫിനറ്റായിട്ടും. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ ഒരു സീന് കൊണ്ട് ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനപ്പുറം വേറൊരു കാര്യമുണ്ട്, മമ്മൂട്ടിയുടെ മെയിനായിട്ടുള്ള സിനിമയാണിത്. മമ്മൂട്ടിയുടെ സിനിമയിൽ ക്യാമിയോ റോളിലാണ് ലാലേട്ടൻ അഭിനയിക്കുന്നത്. സോ അപ്പോൾ മമ്മൂട്ടിക്ക് എന്തായാലും മിച്ചമുള്ള പോർഷനിൽ വരണമല്ലോ. സോ അപ്പോൾ ലാലേട്ടൻ അവിടെ ആ ഒരു പോർഷനിൽ എലിമിനേറ്റ് ചെയ്യുന്നു. പിന്നീടുള്ള റെസ്റ്റ് ഓഫ് ദ മൂവി മമ്മൂട്ടീനെ വെച്ചിട്ട് ഡോമിനേറ്റ് ചെയ്ത് പോകുന്നു. ആ ഒരു സംഭവമാണ് ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം അവിടെ കിടക്കുന്നതെന്നറിയോ, അങ്ങനെ ഒരു മാസീവായിട്ടുള്ളൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ചുമ്മാ വെറുതെ തട്ടിക്കളയുന്നത് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. കൊല്ലുന്നതല്ല പ്രശ്നം. ഇതിൻ്റെ അകത്ത് ഒരുപാട് സിനിമകളിൽ മോഹൻലാലിൻ്റെ തന്നെ മരിക്കുന്ന അല്ലെങ്കിൽ മരണം അവൈറ്റ് ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. സമരൻ ബത്ലഹേമിലെ നിരഞ്ജൻ, ചിത്രത്തിലെ ആ ഒരു മെയിൻ ക്യാരക്ടർ, ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് ആ ഒരു ഇമോഷൻ വർക്കൗട്ട് ആയിട്ടില്ല. ആ മരിച്ചതിന് പോലും ഒരു പർപ്പസ് ഇല്ലാതായിപ്പോയി. വെറുതെ ഉള്ളൊരു മരണം, വെറുതെ ഇങ്ങനെ കഥ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആൾ തട്ടിപ്പോകുന്നു എന്നുള്ള ഒരു സംഭവം അല്ലാതെ ആ ഒരു മരണം കൊണ്ട് സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. സിനിമയെ ഡൗൺ ആക്കുകയും ചെയ്തത് മരണം കൊണ്ട്. ആ ഒരു തട്ടിപ്പോയില്ലാണ് സംഭവം കുറച്ചും കൂടെ എലിവേറ്റ് ആയി പോയേനെ. ബട്ട് ആ ഒരു മരണം അവിടെ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലും അത് പടത്തിന് ഉപകാരപ്പെട്ടിട്ടില്ല. ആ ഒരു കഥയിലാണെന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സംഭവങ്ങളും ഈ ഒരു ഡെത്ത് സീൻ കൊണ്ടുവന്നിട്ടില്ല. ആകെപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഫൈറ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു പവർ ഫൈറ്റ് ഒന്നും കാണിച്ചിട്ടുമില്ല, അത് വേറെ സംഭവം. സോ മൊത്തത്തിൽ ഈ ഒരു സീൻ തന്നെ ഒരു ട്രാഷ് ഐറ്റം ആയിട്ടാണ് എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നിയത്. പുള്ളി ഈ ഒരു ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുള്ളത് വളരെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അത്തരത്തിലൊരു പടം ഇറക്കാനാണ്. ശരി, പുള്ളി തന്നെ പലവണ പറയുന്നുണ്ട്, ഈ പറഞ്ഞ കണ്ടന്റിനാണ് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, താരങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല, ഇതൊക്കെ ഓക്കെ. പക്ഷെ ആ ഒരു കണ്ടന്റിൽ ആ ഒരു സാധനം വരണമെങ്കിൽ ഈ ഒരു സ്റ്റാർ ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു ഘടകം ഉണ്ടല്ലോ, ഈ കഥാപാത്രങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ആ ഒരു കഥാപാത്രങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ വരുമ്പോഴാണല്ലോ ഈ പറഞ്ഞ കണ്ടന്റ് വരുന്നത്. സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല രീതി അത്ര രീതിയിലുള്ള കെട്ടുറപ്പുള്ള കഥയോ അത്ര മൂവിങ് ആയിട്ടുള്ള തീമുകൾ, കാര്യങ്ങൾ, സീനുകൾ, വിഷ്വലുകൾ, വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പെക്ടേഴ്സ് വരണമായിരുന്നു. ഇത് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നോർമൽ ഡെലിവറി, ഡയലോഗ്, കാര്യങ്ങൾ എല്ലാം നോർമലായിട്ടുള്ള സാധാരണമായിട്ടുള്ള സിനിമ. അതിനിടയിൽ ഇത്തരത്തിലുള്ള ക്യാമിയോസിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തട്ടിക്കളയുന്ന അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. സാഗമൊത്തത്തിൽ ഇതാണ് പടത്തിന് സംഭവിച്ചതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഒരു സീനാണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർലി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ഡയറക്ടറിൻ്റെ കഥയിൽ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം അതാണ്, പിന്നെ അതിലൊന്നും പറയാനില്ല. ബട്ട് അറ്റ് എൻഡ് ഓഫ് ദ മൂവി ഇതാണ് സംഭവം, നടന്നിട്ടുള്ള സംഗതി ഇതാണ്. ഇത്തരത്തിലുള്ള വലിയ ബഡ്ജറ്റ് മെഗാ സ്റ്റാറുകളൊക്കെ ഒന്നിക്കുന്ന ഒരു പടം ഇറങ്ങുമ്പോൾ പുള്ളി ഇത്തരത്തിൽ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എടുക്കേണ്ടതായിരുന്നു. ഐ മീൻ കഥ, കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് എടുക്കണ്ടേ. ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ചാടി കയറി എടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒന്നിക്കുന്നൊരു പടം കൂടിയായിരുന്നു. അതിന് പുറമേയും ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സാധനമായിരുന്നു. സോ അതിൽ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ഡോക്യുമെൻ്ററി ലെവലിലേക്കെങ്കിലും ചില ഏരിയകൾ പോയിട്ടുണ്ട്. മറ്റു ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഡിനറി പടത്തിൻ്റെ ലെവലിലേക്ക് വന്നു. സോ അത് മാസീവായിട്ട് പുള്ളിക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. അതിനുള്ള സ്കോപ്പുള്ള സംഭവമായിരുന്നു. സപ്പോസ് ഒരു സ്കോപ്പും ഇല്ല, ജസ്റ്റ് മിനിമലായിട്ടുള്ള പടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്യില്ല, നമുക്കിത്ര ഹൈപ്പില്ല, ഒരു പ്രശ്നവും ഇല്ല, ഒരു തരത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ പോലും നിൽക്കില്ല, കുഴപ്പമില്ലാത്തൊരു പടമായിട്ടേ നമ്മൾ പറയുള്ളൂ. ബട്ട് ഇത്തരത്തിലുള്ള സ്കോപ്പ് പോസിബിലിറ്റി ഉണ്ടായിരുന്നപ്പോൾ അതെല്ലാം കളഞ്ഞിട്ട് ഇത്തരത്തിലുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും ഇതിനെപ്പറ്റി സംസാരിക്കും. സോ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് പടത്തിനെ പറ്റി നടന്നിട്ടുള്ളത്. പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അതാണ്. ബട്ട് കഥ പോരാ, വേറെ കഥയിലുള്ള ചേഞ്ചുകൾ വരുത്തിയിരുന്നെങ്കിൽ പടം കുറച്ചും കൂടെ ബെറ്റർ ആയേനെ.